വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കാൻ CPM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ തിരുത്തൽ നിർദ്ദേശിച്ച സംസ്ഥാന കമ്മിറ്റി. വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനം വേണമെന്നാണ് ആവശ്യം. വർഗീയതയോട് സ്വീകരിച്ച അഴകുഴമ്പൻ സമീപനം ഇനി പാടില്ല എന്നും മുസ്ലിം ലീഗിന്റെ വർഗീയ സമീപനം തുറന്നുകാട്ടാനും തീരുമാനമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി CPM ഒരു അവലോകനം നടത്തിയത്. താഴെത്തട്ടിലുള്ള അണികൾക്ക് എന്താണ് നേതൃത്വത്തോട് പറയാനുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ചോദ്യാവലിയും തയ്യാറാക്കിയിരുന്നു. അതുപ്രകാരമാണ് ചർച്ചകൾ നടത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. യോഗത്തിൽ താഴെത്തട്ടിൽ ഉയർന്നതുപോലെ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരായ വിമർശനങ്ങളൊന്നും തന്നെ ഉയർന്നിട്ടില്ല. പകരം നേതൃത്വത്തിന്റെ ഒരു കൂട്ടായ വീഴ്ച തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ ഈ വലിയ തോൽവിക്ക് കാരണമെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിലും സമർപ്പിച്ചിരുന്നു. അപ്പോഴേക്കും കാര്യമായ വിമർശനങ്ങൾ പ്രധാന നേതാക്കൾക്കെതിരെ ഉയർന്നില്ല എങ്കിലും തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന് ഈ യോഗത്തിലും ഒരു സംസാരമുണ്ടായി. മാത്രമല്ല അത് പാർട്ടി ഒന്നാകെ, അതായത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിലേക്ക് വരുന്ന നേതാക്കളടക്കം ഒരു മാറ്റം വരുത്തണം, അവരുടെ ശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാകണം, തിരുത്തൽ വരുത്തണം എന്നാണ് ഒരഭിപ്രായം ഉയർന്നിരിക്കുന്നത്. വർഗീയ വിരുദ്ധ നിലപാടെടുക്കുന്നതിൽ കൂടുതൽ ശക്തമായി പാർട്ടി ഇടപെടണം, മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയം തുറന്നു കാട്ടണം. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുപ്പിൽ CPMന് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും വിപുലീകൃതമായ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ഈ ഓഗസ്റ്റിൽ ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പ്ലീനം എന്തായാലും ഉടൻ ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തുന്നത്. നാളെ നടക്കാനിരിക്കുന്ന MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നിർണായകമാകും. ആ വാർത്താ സമ്മേളനത്തിലാകും ഇത്തരം നിലപാടുകൾ പാർട്ടി അറിയിക്കുക.